എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റംബുട്ടാൻ പൂത്തതിന് ശേഷം ചെറിയ കായ രൂപത്തിലായുണ്ട്. അപ്പോൾ നമ്മൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അടിച്ചു കൊടുക്കണം. അപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇതാണ്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. ഇത് വാട്ടർ സോളിബിൾ ആണ്. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ലയിച്ചു പോകും. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മരത്തിന് നമുക്ക് വേണ്ടത് ഒരു 15, ഒരുവിധം വലിയ മരമാണെങ്കിൽ ഒരു 15 ലിറ്റർ വെള്ളം വേണം. മൊത്തം അങ്ങോട്ട് അടിച്ച് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് സുഖമായിട്ട് വലിച്ചെടുക്കാം. അപ്പോൾ രാവിലെ നേരത്താണ് നമ്മൾ അടിക്കുന്നത്. രാവിലെ വൈകിട്ടും അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് 4 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 15 ലിറ്റർ ആണെങ്കിൽ 60 ഗ്രാം എടുക്കുക. എന്നിട്ട് ആ 15 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് കലക്കിയിട്ട് പിന്നെ ഈ പശയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പശ ചേർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ ഒരു 100 ml പശയൊക്കെ മതിയാവും. അപ്പോൾ പശ ചേർത്ത് കൊടുക്കുന്നത് എങ്ങാനും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒഴുകി പോകാതിരിക്കാൻ, അപ്പോൾ ഇത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ പശ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമ്പോൾ പറ്റി പിടിച്ചിരുന്നോളും. അപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാനും പറ്റും പെട്ടെന്ന്. അപ്പോൾ താഴെ വളം ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ മേളിലും അടിച്ചു കൊടുക്കാം. മേളിൽ അടിച്ചു കൊടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലുകളൊന്നും വലിച്ചുകൊണ്ട് പോയില്ല. നമ്മളുടെ ചെടികൾക്ക് എല്ലാം വലിച്ചെടുക്കാൻ പറ്റില്ല. താഴെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് പുല്ലുകൾ വലിച്ചെടുക്കും. പിന്നെ കുറച്ച് ചിലപ്പോൾ മഴ പെയ്താൽ ഒഴുകിപ്പോവും. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചെടികളുടെ ഇലകളിൽ എല്ലാം വീഴും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതിനാണ് ഈ കായ ഉണ്ടാവുന്ന സമയത്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വലിച്ച് കായകൾക്ക് നല്ല വലിപ്പം വരികയും നമുക്കത് നല്ല ഗുണകരമാവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ഒരു 400 ലിറ്റർ അടിച്ച് തീർത്തതാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഇന്നിപ്പോൾ ഒരു 3-4 മരത്തിന് കൂടി അടിക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 60 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇട്ടിട്ടുണ്ട്. അത് താഴെ കിടക്കുന്നുണ്ട്. അതിനി ഒന്ന് ഇളക്കണം. ഇപ്പോൾ പശയാണ് എടുക്കുന്നത്. അപ്പോൾ 1 ലിറ്ററിൽ നമുക്ക് 1 ml അല്ലെങ്കിൽ 1/2 ml പശ ഒഴിച്ചു കൊടുത്താൽ മതി. 60 ലിറ്ററിലേക്കാണ് നമ്മൾ 50 ml പശ ഒഴിച്ചിരിക്കുന്നത്. സോപ്പി നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്ന ബ്രാൻഡ് ഇതാണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് ഇമ്പോർട്ടഡ് ആണ്. എല്ലാ വളക്കടകളിലും അവൈലബിൾ ആണ് ഈ സംഭവം. ഈ SOP ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പശയും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് എല്ലാ സ്ഥലത്തും ചെന്നെത്തുള്ളൂ. ഇത് തരികളായിട്ട് കിടക്കണ്ടാവും. അപ്പോൾ അത് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് വരണം. നമ്മളിത് ഈ ബാറ്ററിയുടെ പമ്പിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ അരിപ്പയുണ്ട്. അപ്പോൾ അത് കാരണം കരടുണ്ടെങ്കിൽ പോയിക്കോളും. അതിന് പ്രശ്നമില്ല. അപ്പോൾ ഇതിലൊരു 12 ലിറ്റർ കൊള്ളും. ഇന്ന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അടിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കായ്കളൊക്കെ ഇത് നോക്കി, റംബുട്ടാൻ കായൊക്കെ ഈ വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ ഒരു പമ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു 12 ലിറ്ററോളം കൊള്ളും. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാസ്ക് വെക്കണം, മുഖത്തേക്കൊക്കെ വരാതിരിക്കാൻ. 140 രൂപയാണ് ഇതിൻ്റെ കിലോ വില സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 4 ml 4 ഗ്രാം ml അല്ല 4 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷൊക്കെ അടിക്കുമ്പോൾ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ രാവിലെ തന്നെ അടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇന്നലെ വൈകിട്ടും അടിച്ചു. വൈകിട്ടും രാവിലെയാണ് അടിക്കേണ്ടത്. ഒരു 9 മണിക്കൊക്കെ ഉള്ളിൽ അത് ചെയ്ത് തീർക്കണം. നല്ല വെയിലത്ത് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നല്ല ചൂടായ കാരണം കായ്ക്ക് അത് ദോഷം ചെയ്യും. എല്ലാം കായ്കളായി തിരിഞ്ഞു കഴിഞ്ഞു. ചിലതിപ്പോൾ രണ്ടാമതും പൂത്ത് വരുന്നുണ്ട്. കുറച്ച് പൂക്കാത്ത ഭാഗത്തൊക്കെ ഉള്ളത്.
ഓൾമോസ്റ്റ് എന്നാലും എല്ലാം നല്ല രീതിയിൽ പൂത്ത് കായായി. ഇനി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ അടിച്ചു കൊടുക്കണം, മൈക്രോ ന്യൂട്രിയൻസ്. അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. ഒരു കാര്യം പറയാനുള്ളത്, അതായത് പലവരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, അതായത് കായ പിടിക്കുന്നില്ല, മരത്തിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു വന്നു, പൂ വരുന്നില്ല, അങ്ങനെയുള്ള കാരണങ്ങൾ. റംബൂട്ടാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പല സ്ഥലത്തും പല ടൈമിലാണ് പൂത്ത് കിട്ടുന്നത്. പിന്നെ വൈകിയാണ്, 1 മാസമൊക്കെ വൈകിയാണ് ഇപ്പോൾ പൂത്ത് വന്നിട്ടുള്ളത്. നമുക്ക് തന്നെയായാലും ഓൾമോസ്റ്റ് ഒരു 90% വരെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പിന്നെ 10% എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ചെടി നട്ടിരിക്കുന്ന ഏരിയ അനുസരിച്ചാണ്. അതായത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു മാവുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് നന്നായിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഈ മാവിൻ്റെ ഷെയ്ഡ് ഇല്ലാത്ത ഭാഗത്ത് പൂത്തിട്ടുണ്ട്, കായായിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സൈഡിൽ നമുക്ക് ഷെയ്ഡ് നല്ല രീതിയിൽ ഷെയ്ഡ് ദൈവത്തിൽ കാണാം, നല്ല രീതിയിൽ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് പൂത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, നല്ല ഷെയ്ഡിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം പൂക്കൂല. അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റ്, നന്നായിട്ട് സൺലൈറ്റ് ഉള്ള സ്ഥലം തന്നെയായിരിക്കണം. ഇപ്പോൾ ഒരു തെങ്ങ് എന്നൊന്നും വെച്ച് പ്രശ്നമില്ല, അല്ലെങ്കിൽ അടയ്ക്കാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കുഴപ്പമില്ല. നല്ല ഷെയ്ഡ് ഇതുപോലെ വലിയ മരങ്ങളാണെങ്കിൽ ആ ഭാഗത്ത് പൂക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളങ്ങൾ എല്ലാം കറക്റ്റ് സമയങ്ങളിൽ ചെയ്തു കൊടുക്കണം. പിന്നെ മണ്ണിൻ്റെ ഈ നനയൊക്കെ നല്ല രീതിയിൽ ക്രമീകരിക്കണം. അതായത് നമ്മൾ പൂത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതായത് മണ്ണിൽ ആ നനവൊന്നും നഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ വളങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ വളങ്ങൾ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കീടങ്ങളൊക്കെ കയറുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആ കീടങ്ങളെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.